കഞ്ചോട് ആലയത്തിൽ വീട്ടിൽ മനു മുരളി എന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പർ ലോറിയും ഉള്ള ആളാണ് 37-കാരൻ. ഈ സംഭവം നടന്ന വീട് ഇതാണ്, അതായത് കലഞ്ഞൂർ ഒന്നാം കുറ്റിയിൽ ശിവപ്രസാദ് എന്ന ആളുടെ വീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത്. അർദ്ധരാത്രിയോടുകൂടി കൊലപാതകമുണ്ടായി എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ശിവപ്രസാദ് വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങണം, എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, വർക്ക്ഷോപ്പ് തുടങ്ങണം, അതിന് പഞ്ചായത്തിൻ്റെ പെർമിഷൻ്റെ കാര്യം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഈ വസ്തുവിൻ്റെ ഭാഗത്തുനിന്ന് മണ്ണ് ലെവൽ ചെയ്യണം, മണ്ണ് ലെവൽ ചെയ്യുന്നതിന് പെർമിഷൻ എടുക്കണം, അതല്ലാണ്ട് മണ്ണ് കൊണ്ടുപോകുന്നില്ല, അല്ലാതെ ഒന്ന് ലെവൽ ചെയ്യാനാ ഹിറ്റാച്ചി വിളിക്കും എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി 11:30 ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ മനുവിൻ്റെ ഹിറ്റാച്ചിയും ടിപ്പറും കൂടെ കിടപ്പുണ്ട്. അതൊരു 3-3:30 വെളുപ്പിന് 3-3:30 സമയത്താണ് ശിവപ്രസാദ് വീട്ടിൽ വരുന്നത്, വീട്ടിൽ വന്ന് വിളിക്കുന്നത്. അന്നേരം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഫോൺ നോക്കുമ്പോൾ ശിവപ്രസാദിൻ്റെ മിസ് കോളും കിടപ്പുണ്ട്. അന്നേരം ഇങ്ങനെ പറഞ്ഞിങ്ങനെ മനു കുറച്ച് വർക്ക് അവിടെ ചെയ്തു കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ് തർക്കമായി. എന്തിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞില്ല, തർക്കമായി. ഈ ശിവപ്രസാദിൻ്റെ കൈയും അദ്ദേഹത്തും മനു കടിച്ച പാടുണ്ട്, കാണിച്ചെന്നെ. അന്നേരം എന്നെ കടിച്ചു, കാര്യമില്ലാതെ കടിച്ചിറങ്ങാൻ ഞാൻ പിടിച്ച് തൊഴിച്ചു. അങ്ങനെ മറിഞ്ഞു വീണ് ടീപ്പോയിലോ എവിടെയോ കൊണ്ടതാണെന്ന് തോന്നുന്നു. തലയിലൊരു മുറിവുണ്ട്, ചോര വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ അനക്കമില്ല, എനിക്ക് പേടിയാവുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആംബുലൻസ് വിളിച്ചു കൊടുത്തു. അതായത് ശിവപ്രസാദിൻ്റെ കൂടെ അടുത്തുള്ള വേറൊരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോൾ. അങ്ങനെ ആംബുലൻസ് വന്ന് ശിവപ്രസാദും ആംബുലൻസിൻ്റെ ഡ്രൈവറോടാണ് പത്തനാപുരം EMS ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ചേട്ടൻ ഇവിടെ വന്ന് കാണുമ്പം ബോഡിയാണോ മരണപ്പെട്ടിരുന്നു? മരണപ്പെട്ടതായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. കാരണം അനക്കമില്ലാതെ കിടക്കുകയാണ്, കമന്ന് കിടക്കുകയാണ്, ഒരു ചലനമില്ല. ഞാൻ ദേഹത്ത് തൊട്ട് നോക്കിയില്ല, പക്ഷേ നമുക്ക് കാഴ്ചയിൽ മരണപ്പെട്ടതായിട്ട് തന്നെയാണ് തോന്നിയിരുന്നത്. ശരീരത്തിൽ പാടുകളോ ബ്ലഡിൻ്റെ? ഞാൻ കമന്ന് കിടക്കുന്നുണ്ട്, തലയുടെ ഇവിടെ ഒരു ഇടത് ഭാഗത്തൊരു മുറിവ് കണ്ടിരുന്നു. കൂടെ വന്നാൾ പിന്നെ വീട്ടിലോട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞു പോയി, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞു പോയി. ആംബുലൻസിൽ കയറ്റുന്നത് ആംബുലൻസിൻ്റെ ഡ്രൈവറും ശിവപ്രസാദോടാണ്. ആംബുലൻസിൽ പോയതും ഇവർ രണ്ടും മാത്രമാണ്. പത്തനാപുരം EMS ആശുപത്രിയിൽ മനു മുരളി എത്തിയ ശേഷം അവിടെ നിന്നും മുങ്ങിയ ശിവപ്രസാദിനെ പിന്നീട് രാവിലെ 8:30 പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. കൊലപാതകം നടന്ന വീട്ടിൽ ശിവപ്രസാദ് മാത്രമാണ് താമസിച്ചിരുന്നത്. വിദേശത്തുള്ള സഹോദരിക്കൊപ്പമാണ് അയാളുടെ അമ്മ ഉള്ളത്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.